കലമാനാണ്. കലമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ആണാണ്. കാണാൻ അങ്ങനെ പെട്ടെന്ന് നമ്മളെല്ലാം മാന്യം മറ്റു സാധനത്തിന് എപ്പോഴും കാണും, പക്ഷെ ഇതിന് അങ്ങനെ കാണില്ല, റെയറാണ് സാധനം. ലീഡർ ഓഫ് ദ ഗ്യാങ് ആണ്. അപ്പോൾ ഇതാണ് നമുക്കിവിടെ കാണുന്ന കാഴ്ച. എന്തായാലും മറ്റേ സിനിമയിൽ പറഞ്ഞ പോലെ ചുമ്മാ കളവറിക്കാൻ ഇറങ്ങിയ അവസ്ഥയാണ് ഇപ്പോൾ. ഹായ് ഗായ്സ്, അപ്പോൾ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു വൺ വീഡിയോ സ്റ്റോറി. അപ്പോൾ നമ്മളിന്ന് വന്നേക്കുന്നത് പ്രത്യേകിച്ച് ചുമ്മാ യൂട്യൂബ് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നൊന്നുമല്ല. ജസ്റ്റ് ഇങ്ങനെ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ നല്ലൊരു വൈബ് കിട്ടി, അടിപൊളിയാണ്. കാരണം നമ്മൾ ബത്തേരിയിൽ നിന്ന് ഇങ്ങോട്ട് വടക്കനാട് സൈഡിലോട്ട് ചുമ്മാ വന്നതാണ്. സംഭവം നമ്മുടെ കസിന് വണ്ടി ഓടിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇങ്ങനെ ചുമ്മാ വരുന്ന വഴിക്ക് ഈ സൈഡ് ഫുള്ള് നമ്മൾ ഇങ്ങോട്ട് അങ്ങനെ അധികം ഇറങ്ങലൊന്നുമില്ല. അപ്പോൾ ഇപ്പോഴാണ് ശരിക്കും വയനാടിൻ്റെ ആ ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെ നമ്മൾ ആസ്വദിക്കുന്നത്. സംഭവം എന്ന് വെച്ചാൽ ഫുള്ള് വയൽ കാര്യങ്ങൾ, ഫുള്ള് പച്ചപ്പ് നിറഞ്ഞ സ്ഥലം. അതിനകത്ത് നമ്മളെന്താ പറയുക, പഴയ നമ്മൾ ഈ പെയിൻറ്റിങ്ങിലൊക്കെ ഉള്ള ആ ഒരു അവസ്ഥയാണ്. പക്ഷേ നിങ്ങളൊന്ന് കണ്ടു നോക്കുക എങ്ങനെയുണ്ട് എന്ന് നിങ്ങൾക്ക് അപ്പോൾ തന്നെ മനസ്സിലാവും. പക്ഷേ നമ്മൾക്ക് ശരിക്കും പറഞ്ഞാൽ ശരിക്കും ഇതൊക്കെ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. പണ്ടൊക്കെ നമ്മൾ ഇതൊക്കെ നന്നായി എൻജോയ് ചെയ്യുന്ന ടൈം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊന്നും ഇല്ല. നമ്മുടെ ന്യൂജൻ ആ ഒരു സീനിലോട്ട് പോയതുകൊണ്ട് ഇതൊന്നും ആരും നോക്കുന്നുമില്ല, കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. പക്ഷേ എന്നാലും ഇടയ്ക്കൊന്ന് ഇറങ്ങുമ്പോൾ ഒക്കെ നമുക്ക് അതിൻ്റെ ഒരു ഫീൽ ഉണ്ടല്ലോ, അത് വേറെയാണ്. സംഭവം ഒന്നും നല്ല മഴയുണ്ട്, അതിൻ്റെ കൂടെയാണ് ഇവിടെ നിൽക്കുന്നത്. പക്ഷെ അപ്പോൾ നമ്മൾ ഇത് ബാക്കിലില്ലേ അവിടെ കാണുന്നില്ല, അത് അങ്ങോട്ട് എങ്ങനെ ഇറങ്ങാമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. നോക്കട്ടെ വഴി എവിടെ ഉണ്ടോയെന്ന്. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് നമുക്കൊരു സൈഡ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഷെഡ് പോലെയൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ കണ്ടത് നിങ്ങൾക്ക് കാണുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ എന്തോ ഇതൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്, ഇവിടെ ഇറങ്ങാൻ പറ്റില്ല എന്ന് തോന്നുന്നു. പക്ഷേ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു വ്യൂ. മാൻ ഒന്നും പറയാനില്ല. മഴ, ഇതിപ്പോൾ ഒരു ചെറിയ കട്ടൻ ചായയും കൂടെ, ജോൺസൺ മാഷിൻ്റെ പാട്ട്, ചെറിയ കട്ടൻ ചായ, ആ സീനിലോട്ടാണ്. ഓ മാൻ, നമുക്ക് ഇത്രയും മനോഹരമായ ദൃശ്യങ്ങൾ ഇപ്പോൾ പൊതുവെ കുറവാണ്. കാരണം എന്ന് പറഞ്ഞാൽ വയനാട് തന്നെ അറിയപ്പെട്ടിരുന്ന സ്ഥലമാണ് വയനാട്. പക്ഷേ ഇപ്പോൾ നമുക്കറിയാം എന്തോരം വയലുകളുണ്ട്, എന്തോരം നെൽകൃഷികളുണ്ട്, എല്ലാം കുറഞ്ഞ് പൊതുവേ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വയലുകൾ നിരത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു പ്രശ്നങ്ങൾ അത് നടക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ നെൽകൃഷി ചെയ്തുകൊണ്ടിരുന്നവർ നല്ല കവുങ്ങ്, ഇഞ്ചി, മെൻസ്, വാഴ അങ്ങനെയുള്ള കൃഷികളിലോട്ട് പോവുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇത് വയലുകൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ദൃശ്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ വിരളമായിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ മെയിനായിട്ടും ബിൽഡിംഗ് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് നമ്മുടെ വയലുകൾ നികത്തുന്നതും കാര്യങ്ങളും അതിൽ നിന്നൊക്കെ ഭയങ്കരമായിട്ട് രൂക്ഷമായി നമ്മുടെ കാലാവസ്ഥ നന്നായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ പണ്ടത്തെ പോലെയൊന്നും അല്ല. അതുപോലെ തന്നെയാണ് ഉരുൾപൊട്ടൽ കാര്യങ്ങളെല്ലാം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമുക്കറിയാം ഫ്ലഡ് വന്നു, എല്ലാ പ്രാവശ്യവും നമുക്ക് ഓരോരോ പ്രശ്നങ്ങൾ അങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഇങ്ങനെ വഴിയെ വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം നമുക്ക് ഉണ്ടായിരുന്ന ഒരു ജീവിത സ്റ്റൈലിൽ നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു പ്രശ്നങ്ങളാണ് ഇതൊക്കെ. അപ്പം ഈ ഒരു വ്യൂവും ഈ ഒരു കാലാവസ്ഥയും ഈ ഒരു ഇതൊക്കെ ഇങ്ങനെ ഫീൽ ചെയ്യാൻ കഴിഞ്ഞു തന്നത് ഒരു വലിയ ഭാഗ്യമാണ്. പക്ഷെ അത് വളരെ സന്തോഷമുണ്ട്. കണ്ട് ആ ഒരു ഫീൽ ചെയ്തിട്ട് ഒരു വൈബിൽ നമ്മളിങ്ങോട്ട് പുറത്തോട്ട് ഇറങ്ങിയ കേട്ടോ. പക്ഷേ നടുക്കാണുള്ളത്, ഇപ്പോൾ ഏകദേശം നടുക്കെത്തിയിട്ടുണ്ട്. കാണാമല്ലോ അല്ലേ, രസമാണ്. ഇങ്ങനെയൊക്കെ ഇറങ്ങുമ്പോഴാണ് നമുക്ക് അതിനൊരു വൈബ് മനസ്സിലാവുന്നത്. പണ്ട് നമ്മൾ എങ്ങനെയൊക്കെ ആർമാശം നടന്നിട്ടുണ്ട്, ഇപ്പം എന്തൊക്കെ നമ്മൾ മിസ് ചെയ്യുന്നുണ്ട്. നമ്മൾ എത്ര ലൈഫിലോട്ട് പോയി കഴിഞ്ഞാലും ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രകൃതിയുടെ ഒരു വരതാണ് നമ്മൾ കാണുന്നതും അത് എൻജോയ് ചെയ്യേണ്ടത് തന്നെയാണ്. അവിടെ ഇതൊരു വീട് പോലെ എന്തൊരു സംഭവമുണ്ട്. എന്തോ പമ്പ് ഹൗസ് എന്താണെന്ന് തോന്നുന്നു, അറിയില്ല. പക്ഷേ അവിടെ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു പുഴയിൽ നടക്കുന്നിട്ട് അവിടെ ഒരു ദ്വീപില്ലേ, ആ ഒരു സെറ്റപ്പിലാണ് അവിടെ ഉള്ളത്. പക്ഷെ അങ്ങോട്ടൊക്കെ പോവാം, പക്ഷെ എങ്ങനെ എത്തുമെന്നൊന്നും ഒരു പിടിയില്ല. ഇവിടെ കുറേ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. അതിൽ സൈഡാണ്. അവിടുന്ന് റോഡിൽ നിന്ന് അവിടെ നിന്ന് ഇറങ്ങാൻ തോന്നുന്നു. കണ്ടില്ലേ, ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ റോഡുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവിടെ നിന്ന് വരുന്ന വഴിയിൽ കുറേ റോഡും ഇങ്ങനെ തന്നെയുള്ളത്. ഫുൾ അപ്പുറം ഇപ്പുറം നമ്മുടെ നെൽപ്പാടങ്ങളും അതിൻ്റെ നടുക്കൂടെ ഇങ്ങനെ കല്ല് കെട്ടി പൊന്തിച്ച ഒരു റോഡാണ്. അപ്പോൾ അതിലൂടെയാണ് വണ്ടി പോകുന്നത്. അപ്പോൾ അതിൽ കിട്ടുന്ന അതിൻ്റെ ഒരു ഇത് സെറ്റപ്പ്. പക്ഷേ ഇവിടുത്തെ ആൾക്കാരൊക്കെ എപ്പോഴും കണ്ട് അവർക്ക് ഒന്നും അല്ലാതിരിക്കും കേട്ടോ. പക്ഷേ ഇപ്പോഴത്തെ ഈ ക്ലൈമറ്റും മഴയും അതിൻ്റെ കൂടെ ഈ നെല്ല് എല്ലാം കൂടെ കാണുമ്പം രസമാണ്. അപ്പോൾ നമ്മൾ പോയ വഴി വന്ന വഴി ഇതാണ്. ഇവിടെ ഷോക്ക് കൊടുത്തിട്ടുണ്ട്, കാരണം ഇവിടെ നല്ല മൃഗശല്യമുള്ള സ്ഥലമാണ്. അപ്പോൾ ഇവിടെ ഷോക്ക് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇറങ്ങിയിട്ടാണ് നമ്മൾ പോയത്. ഇച്ചിരി ടാസ്ക്കാണ്, ഇതിൻ്റെ ഇടയിൽ കൂടെ കയറി അങ്ങോട്ട് പോകണം. അപ്പോൾ
അപ്പോൾ നമ്മുടെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. എൻ്റെ കസിൻസ് 2 തെണ്ടികൾ അതിൻ്റെ ഉള്ളിലുണ്ട്. പക്ഷെ അവന്മാർക്ക് മഴയത്ത് ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ ഇരിക്കുകയാണ്. നമ്മുടെ ചേട്ടയാണ്. ഓട്ടോമാറ്റിക്കാണ്. അടിപൊളി സ്ഥലല്ലേ അടിപൊളി സ്ഥലല്ലേ. ഇത് നമ്മൾ പോകുന്ന വഴിക്ക് നമുക്ക് വടക്കനാടുന്ന സൈഡിൽ റോഡ് സൈഡിൽ കിട്ടുന്ന ഒരു കുളമാണ്. റോഡ് സൈഡിലുള്ള റോഡ് സൈഡിൽ എന്ന് പറഞ്ഞാൽ റോഡിന് തൊട്ട് സൈഡിലുള്ള കുളമാണ്. കണ്ടില്ലേ, മീൻ വളർത്തുന്ന കുളമാണ്. റോഡിലൂടെ നമ്മൾ പോവാണ്. ഇവിടെ ഒരു ചെറിയൊരു ആനക്കുളം എന്ന് പറഞ്ഞാൽ ആനയൊക്കെ വെള്ളം കുടിക്കുന്ന ഒരു കുളമുണ്ട്. കഴിഞ്ഞ ആഴ്ച മറ്റേ പുലി കാര്യങ്ങൾ എല്ലാം സെറ്റപ്പാണ്. അടിപൊളിയുള്ള സ്ഥലമാണ്. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് ജസ്റ്റ് ഒന്ന് അവിടെ നിന്ന് ഇറങ്ങി നോക്കാം. എന്തായാലും ഡ്രാഗൺ പൈലി അനക്കാതെ വണ്ടി ഓടി. ഡ്രാഗൺ പൈലി മിണ്ടൂല, കാരണം മിണ്ടത്തില്ല. അതാണ് നമ്മുടെ കുളം. ഇവിടെ എത്തിണ്ട് കുളം. ഈ പൂവിനൊക്കെ ഇവിടെ നിർത്തിയാൽ നമുക്ക് അടിപൊളി. എടാ നമ്മളിവിടുന്നല്ലേ അന്ന് ഫോട്ടോസൊക്കെ എടുത്ത അല്ലേ? ഇവിടെയാണ് സ്പോട്ട്. കസിനൂളയാണിത്. കസിനൂളെ ഫോട്ടോ എടുക്കുകയാണ്. ഓ മാൻ, യോ 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 യോ. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇത് ഫോറസ്റ്റ് തന്നെയാണെന്നല്ല, ഫോറസ്റ്റാണ്. അപ്പം ഇതാണ് നമുക്കിവിടെ ഉള്ള ആനക്കുളവും കാര്യങ്ങളൊക്കെ. ഇത് വടക്കനാടുള്ള കേട്ടോ. എടാ ഈ കറക്റ്റ് സ്ഥലം എവിടെയാണ് ഉണ്ണി? വടക്കനാട് തന്നെയല്ലേ? വടക്കനാടുള്ള സ്ഥലമാണ് ഇത്. സാധാരണ ഇത്രയും വെള്ളവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം മഴ ആയതുകൊണ്ട് ഇപ്പോൾ വെള്ളം കയറിയതാണ്. സാധാരണ നമുക്ക് അവിടെ ഇറങ്ങാം. നമ്മൾ ലാസ്റ്റ് 1 പ്രാവശ്യം വന്നപ്പോൾ ഇവിടെ ഫോട്ടോ ഷൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, എടുത്തിട്ടുണ്ടായിരുന്നു ഫുള്ള്. പിന്നെ സിൽവറാണ്, സിൽവർ ലോക്ക്. നമ്മുടെ വയനാട്ടിൽ നമ്മൾ സിൽവർ എന്ന് പറയും കേട്ടോ. സിൽവറാണ് മൊത്തം. ആ റെഡിഷായിട്ട് നിൽക്കുന്നില്ലേ, മൊത്തം സിൽവർ. നമ്മുടെ ഈ വീണ് കിടക്കുന്ന എല്ലാ പൂവാണ് ശരിക്കും. ഇത് ശരിക്കും ഇംഗ്ലീഷിൽ ഫ്ലെയിം ഓഫ് ദ ഫോറസ്റ്റ് എന്ന് പറയുമെന്നാണ് ഇവിടെ പറഞ്ഞു കേട്ടത്. നമ്മുടെ കസിൻ പറഞ്ഞാണ്. അപ്പം നമ്മൾ ഏകദേശം ഇന്ന് എല്ലാം മൈൻഡപ്പ് ചെയ്ത് പോവാണ്, വീട്ടിൽ പോവാണ് സെറ്റായിട്ട്. അപ്പോൾ ഫോറസ്റ്റിൽ നിന്ന് നൈസിന് പോകാനുള്ള പരിപാടിയാണ്. വിളിച്ചിൽ യോ മനോസ്. നമ്മളെ മാനാണ് ആ ഓടിപ്പോന്ന. എന്താ കലമാനല്ലേ? നമ്മുടെ കലമാനാണ്. കലമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ആണാണ്. കാണാൻ അങ്ങനെ പെട്ടെന്ന് നമ്മളെല്ലാം മാന്യം മറ്റു സാധനത്തിന് എപ്പോഴും കാണും, പക്ഷെ ഇതിന് അങ്ങനെ കാണുന്നത് റെയറാണ്. ലീഡർ ഓഫ് ദ ഗ്യാങ് ആണെന്നാണ് നമ്മുടെ ചേട്ടായി പറയുന്നത്. അപ്പം വേണ്ട. അപ്പോൾ നമ്മൾ വീട്ടിലോട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നെന്തായാലും നല്ല ഹാപ്പി ആയിട്ടുണ്ട്, നല്ല സന്തോഷമുണ്ട്. കാരണം നമുക്ക് കിട്ടിയ വൈബ് എല്ലാം അടിപൊളിയായിരുന്നു. ഇനിയിപ്പോൾ കാണുന്നതാണേലും എപ്പോഴാണേലും. അപ്പോൾ എല്ലാവരും നമ്മളെക്കൊണ്ട് കഴിയുന്ന പോലെ ഇപ്പോൾ നന്നായി ശ്രമിക്കുക. കാരണം ഓരോന്ന് നശിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുക, നന്നായി നിലനിർത്തി കൊണ്ടുപോകാൻ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ സ്കൈ ആണെങ്കിലും കണ്ടില്ലേ എങ്ങനെ ഇതായി നിൽക്കുന്നു, ശോഭിച്ച് നിൽക്കുന്നുണ്ട്, നന്നായി തിളങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ താങ്ക് യു ഓൾ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് വണ്ടിൽ സ്റ്റോറി.